ഇനി പോലീസാണ് തീരുമാനിക്കുന്നത് തുടർ നടപടികൾ എങ്ങനെയാണ് എത്തിക്കുക, വിശാഖപട്ടണത്ത് നിന്ന് എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിക്കുക. സ്വാഭാവികമായി നാട്ടിലേക്ക് എത്തിക്കുക ഏറ്റവും വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കണം. ആ നാട്ടിലേക്ക് എത്തിച്ച് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കണം. എന്തായാലും അതിനും ഏറ്റവും അടിയന്തരമായ നടപടികൾ ഉണ്ടാവും. എന്തായാലും അക്കാര്യങ്ങൾ കൂടി ഇനി അടുത്ത നടപടി അതിലേക്കാണ് പോകേണ്ടത്. എന്തായാലും അക്കാര്യങ്ങളിൽ അറിയുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. എന്തായാലും ഉടൻ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിക്കും. ഉമേഷ്, ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന കുട്ടിയെ തിരിച്ചറിഞ്ഞ്, അതായത് കുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും മണിക്കൂറുകളായി നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുട്ടിയെ തിരിച്ചറിഞ്ഞവർ പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നോ? അതായത് ഈ ട്രെയിനിനുള്ളിലാണ് കുട്ടി ഉണ്ടായിരുന്നത് അല്ലെ? ഏത് ട്രെയിൻ എന്ന് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ വരുന്നില്ലേ? തീർച്ചയായും ആ ട്രെയിനിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ട്രെയിനിൻ്റെ പേര്, ട്രെയിനിൻ്റെ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ട്രെയിനിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. ട്രെയിനിൽ സഹയാത്രികർ കാരണം ഇത്രത്തോളം നമ്മൾ ഒരുപക്ഷെ മണിക്കൂറുകൾ നമ്മൾ ഇന്നലെ ഉറങ്ങാതെ നമ്മൾ ഈ ദൃശ്യങ്ങൾ, നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ, ഓരോ നിമിഷവും ലഭിക്കുന്ന ദൃശ്യങ്ങൾ, അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ്, മറ്റൊരു ഡ്രസ്സ് ഉപയോഗിക്കാൻ എടുത്തുകൊണ്ടുപോയ ഡ്രസ്സുകളുടെ എണ്ണം അടക്കം വെച്ച് നമ്മൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോകളടക്കം നമ്മൾ പുറത്തേക്ക് വിട്ടു. എന്തായാലും അത്തരത്തിൽ മണിക്കൂറുകൾ നമ്മൾ സ്ക്രീനിൽ നിന്ന് ആ ഫോട്ടോ ഒരു നിമിഷം പോലും മാറ്റാതെ ആ സ്ക്രീനിൽ നമ്മൾ ഫോട്ടോ നിലനിർത്തിയിരുന്നു. യാത്രക്കാർക്കും സാധാരണക്കാർക്കും മറ്റ് തമിഴ്നാട്ടിലെത്തിയ ശേഷം നമ്മൾ തമിഴ്നാട്ടിലുള്ള വിവിധ ആളുകളോട് നമ്മൾ ഈ ഫോട്ടോ പങ്കുവയ്ക്കുകയായിരുന്നു. ആ രീതിയിൽ വലിയ രീതിയിൽ മലയാളികൾ പൂർണ്ണമായ രീതിയിൽ വലിയ തിരച്ചിൽ, മലയാളികൾ എല്ലാവരും ഭാഗമായ വലിയൊരു തിരച്ചിൽ നടത്തിയിരിക്കുന്നു. എന്തായാലും അതിന് ഒരു ഫലമുണ്ടായിരിക്കുന്നു. പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. പെൺകുട്ടി എന്തായാലും വിശാഖപട്ടണത്ത് നിന്ന് ഇനി തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. എന്തായാലും ആ ഒരു നടപടി, ഈ ഒരു വാർത്ത കേൾക്കാനായിരുന്നു ഇത്രയും സമയം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഓരോ നിമിഷവും നമ്മൾ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു, അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് പോകുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ കാണാതാവുന്നു. പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 9:30 കൂടിയാണ്. അതിൽ 5:30 ശേഷമാണ് ഈ മാതാപിതാക്കൾ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നത്. കാരണം അവർക്ക് കേരളത്തിലെ സാഹചര്യങ്ങളും കേരളത്തിലെ ഈ ഒരു പോലീസിൻ്റെ ഒരു നടപടിക്രമങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. പൊതുപ്രവർത്തകരടക്കം ഇടപെട്ടുകൊണ്ടാണ് പരാതി കൊടുക്കാൻ തയ്യാറായത്. പക്ഷേ അപ്പോഴേക്കും വലിയൊരു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. അതാണ് ഈ ഒരു കൂടുതൽ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. അതായത് ആ സമയം പരാതി കൊടുക്കാനും പോലീസ് അതിൻ്റെ ആക്ഷൻ എടുക്കാനും തുടങ്ങുമ്പോൾ തന്നെ വലിയ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ പെൺകുട്ടി സഞ്ചരിക്കാൻ ആരംഭിച്ച സ്ഥലം മുതൽ അത് ഫോളോ ചെയ്ത് പോലീസിന് പോകേണ്ട ഒരു സാഹചര്യം. അതായത് എവിടെയുണ്ട് ഓരോ നിമിഷവും ആദ്യം CCTV ദൃശ്യങ്ങൾ കിട്ടുന്നു. അതിനുശേഷം ട്രെയിനിൽ പോയി എന്നുള്ളത് പുലർച്ചയോടുകൂടി മാത്രമാണ് ട്രെയിനിൽ കന്യാകുമാരിയിലേക്ക് പോയി എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് പോലീസ് വൻ സംഘം കന്യാകുമാരിയിലേക്ക് പോയി. ആ രീതിയിൽ കന്യാകുമാരിയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് പോയി എന്നുള്ള വിവരം കിട്ടുന്നു. ആ രീതിയിൽ പോലീസിന് പരാതി ലഭിക്കാനുള്ള കാലതാമസം ഉണ്ടായി. ആ കാലതാമസം തുടർന്ന് പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള കാലതാമസത്തിലേക്ക് എത്തിച്ചു. എന്നാൽ മലയാളികൾ ഒന്നടങ്കം, നമ്മൾ തമാശ രൂപേണ പറയും എവിടെ എത്തിയാലും മലയാളികൾ ഉണ്ടാകുമെന്ന്. എന്തായാലും മലയാളികൾ ഒന്നടങ്കം ആ ഒരു സർച്ചിൻ്റെ, ആ ഒരു കണ്ടെത്തലിന് വേണ്ടിയുള്ള ഭാഗമായി ഒടുവിൽ മലയാളികളുടെ കൂടി സഹായത്തോടു കൂടി പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളായി എത്തിയ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മകൾ, ആ മകൾക്ക് വേണ്ടി മലയാളികൾ ഒന്നിച്ചു. ആ ഒടുവിൽ ആ ഒരു ശുഭവാർത്ത, സുരക്ഷിതയായി പെൺകുട്ടി ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ എത്താൻ പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത, ഒരു സന്തോഷകരമായ വാർത്ത, ആ വാർത്ത പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഇത്രയും സമയം നമ്മൾ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു, ഈ വാർത്ത കേൾക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നതും. എന്തായാലും ആ ഒരു വാർത്ത നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒടുവിൽ മണിക്കൂറുകൾക്കൊടുവിൽ 37-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഒടുവിൽ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. റോഷ്നി, ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ കുട്ടിയെ കണ്ടെത്തിയ ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതായത് വിജയവാഡയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തിയിരിക്കുകയാണ്. കുട്ടി സുരക്ഷിതയാണ്. ഏറ്റവും ആശ്വാസകരമായ കാര്യം അതുതന്നെയാണ്. കുട്ടി സുരക്ഷിതമായ കൈകളിൽ. ഇപ്പോൾ ഇനി കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഉമേഷ്, കുട്ടിയെ നിലവിൽ RPFന് കൈമാറിയിട്ടുണ്ടോ? അതായത് കുട്ടി ഇപ്പോൾ നിലവിൽ ആരുടെ കൂടെയാണ് ഉള്ളതെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഉമേഷ്?
നിലവിൽ അടുത്ത നടപടി RPF കൈമാറുക എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ പോലീസ് RPF സംസാരിച്ചു. വിശാഖപട്ടണത്ത് തന്നെ കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. താമ്പരം എക്സ്പ്രസ്സിലായിരുന്നു യാത്ര. നേരത്തെ തന്നെ താമ്പരം എക്സ്പ്രസ്സിൽ നിന്ന് ഒരു തിരച്ചിലുണ്ടാകണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. കാരണം താമ്പരം എക്സ്പ്രസ്സും സമാനമായി ചെന്നൈ താമ്പരത്ത് എത്തുകയും ചെന്നൈ താമ്പരം, കാരണം താമ്പരം എക്സ്പ്രസ്സിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും അടുത്ത നടപടി എത്രയും വേഗം സുരക്ഷിതമായി പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ നടപടികൾ കേരള പോലീസ് തന്നെ ഇപ്പോൾ മലയാളി അസോസിയേഷനാണ് ഇതിൽ ഏറ്റവും നിർണായകം. മലയാളി അസോസിയേഷൻ്റെ ഇടപെടലുണ്ട്. മലയാളി അസോസിയേഷനുമായി പോലീസും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത നടപടി RPFിലേക്ക് പെൺകുട്ടിയെ കൈമാറുക എന്നുള്ളതാണ്. പെൺകുട്ടിയെ കൈമാറിയ ശേഷം കേരള പോലീസിലേക്ക് കൈമാറും. കേരള പോലീസായിരിക്കും ഒരുപക്ഷെ നാട്ടിലേക്ക് എത്തിക്കുക. വിശാഖപട്ടണത്ത് എത്തിച്ച ശേഷം വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ RPFിൻ്റെ കയ്യിലേക്കും അതിനുശേഷം നാട്ടിലേക്കും എത്തിക്കും. എന്തായാലും ആ ഒരു ശുഭവാർത്ത നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. എന്തായാലും പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും നിർണായകമായ നടപടിക്രമത്തിലേക്ക് അതിനുവേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്. ശരി, കുട്ടിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് തന്നെയായിരിക്കും അടുത്ത നടപടികൾ. മലയാളി പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇത്. മലയാളി സമാജം പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് കുട്ടിയെ ആദ്യം കണ്ടത്. സംശയം തോന്നി, അത് കുട്ടിയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും കുട്ടിയെ കിട്ടി എന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഉമേഷ്, നമ്മൾ സംശയിച്ചത് തന്നെയായിരുന്നു. അതായത് അന്വേഷണത്തിൽ പോലീസും ഈ കുട്ടി അസമിലേക്ക് പോവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്. അപ്പോൾ ആ വഴിക്കെല്ലാം അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ട് തിരിച്ചറിഞ്ഞത് മറ്റാളുകളാണ്, അന്വേഷണ സംഘമല്ല എന്നുള്ളതാണെങ്കിലും. അതായത് കുട്ടിയുടെ ഈ ഒരു യാത്ര അന്വേഷണ സംഘം മുൻകൂട്ടി കണ്ടിരുന്നു അല്ലെ? അസാമിലേക്ക് ഈ കുട്ടി പോവുമോ എന്നുള്ളത് പരിശോധിക്കുക തന്നെയായിരുന്നു അന്വേഷണ സംഘം അല്ലേ? കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. 13-കാരിയായ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വിശാഖപട്ടണത്ത് നിന്നാണ് കണ്ടെത്തിയത്.